അമേരിക്കയെ സ്വതന്ത്രമാക്കുക, ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏപ്രിൽ 2-ന് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ വളരെ ഉയർന്ന തീരുവ, പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ 10% തീരുവയും ഇന്ത്യക്കെതിരെ 27%, ചൈനയ്ക്കെതിരെ പുതിയ തീരുവ ഉൾപ്പെടെയുള്ള 54% പരിഗണിക്കുമ്പോൾ വളരെ മോശകരമായ ഒരു സാഹചര്യത്തെയാണ് നമ്മളിന്ന് നേരിടുന്നത്. അതിൻ്റെ ഫലം വിപണിയിൽ കാണുകയും ചെയ്തു. ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണി തകരുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അമേരിക്കൻ ഓഹരി വിപണിയിലെ സൂചികളായിരുന്നാലും മറ്റു രാജ്യങ്ങളിലേതായിരുന്നാലും ഏഷ്യൻ രാജ്യങ്ങളിലേതായിരുന്നാലും ഇന്ത്യയിലേതായിരുന്നാലും ഒക്കെ ഇന്ന് സൂചിക താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏപ്രിൽ 9-ന് വീണ്ടും താരിഫ് ഉയർത്തുന്ന നടപടികളുമായിട്ട് വരുമെന്നുള്ളതാണ്. ആശങ്കയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും നാടുകളാണ് ഇനി നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് ഓഹരി വിപണിക്ക് മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും വളരെയധികം കുഴപ്പം ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ഓഹരി വിപണിയിൽ തകർച്ചയിലേക്കാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പങ്ക്തി നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നു. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.